കുറച്ചു കാലം മുമ്പ് കൂടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. ഇവിടെ കാട്ടുപന്നിയുടെ ഉണ്ട്, മുള്ളന്റെ ഉണ്ട്, കുരങ്ങന്റെ ഉണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഈ കൃഷികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് കൂപ്പള്ളിയിലെ സ്കൂളിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. CMS ഹൈസ്കൂൾ കൂപ്പള്ളി 1872 സ്ഥാപിച്ച ഒരു സ്കൂളാട്ടോ. അതിന്റെ ബോർഡാണിത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് ആ സ്കൂളിലേക്ക് കയറി പോകുന്നത്. ശരിക്കും ഈ വഴിക്ക് ഇലവിഴാപ്പൂഞ്ചിറ പോകാൻ ആൾക്കാർ വളരെ കുറവാട്ടോ. എല്ലാരും പോണത് അവിടെ മേലുകാവിലെ വഴിയില്ലേ, അത് അടിപൊളി വഴിയല്ലേ, അതൊരു സൂപ്പർ വഴിയല്ലേ. ഇത്രയും കയറ്റമുണ്ട്, എന്നാൽ ഇതുപോലെ റോഡാ, ഇതുപോലെ ഹെയർപിൻ കുളമില്ല. ഹായ്, ടിജോയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കൊടയത്തൂർ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന കൂപ്പള്ളി, ചക്കിക്കാവ് തുടങ്ങിയ ഗ്രാമങ്ങളിലെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാട്ടോ. വില്ലേജ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതേ, നമ്മള് കൂപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മള് അർക്കുളം കുരിശുപള്ളി ഉണ്ട്. കുരിശുപള്ളി നമ്മൾ മൂന്നുകോല് പോകുന്ന വഴിക്കുള്ള ഒരു കുരിശുപള്ളി ഉണ്ട്. ആ വഴിക്ക് ഒരു മൂന്നുകോല് തൂക്കുപാലം ഒക്കെ ഇല്ലേ, ആ വഴിക്കാണ് നമ്മൾ കൂപ്പള്ളി പോണത്. അപ്പം ദിലീപാശാനെ പോയേക്കാം. നേരെയല്ലേ? നേരെ. അപ്പൊ ഈ കാണുന്നതാണ് ഇവിടുത്തെ കുരിശുപള്ളി കേട്ടോ. അപ്പൊ നമുക്ക് കൊണ്ടത് കാണുന്ന മലയാണ്. ആ മലയാണ് കൂപ്പള്ളി മല. അതിന്റെ മേൽഭാഗം ചക്കിക്കാവ്, ഇലവിഴാപ്പൂഞ്ചിറ ഭാഗമാണ്. ഒന്ന് ഒഴിക്കുന്നത് ഇവിടെ ഒരു ചക്കവള്ളി നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചക്ക ഒരുപാട് കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതേ നമ്മളതേ ഈ കാണുന്ന വഴിക്കാണ്, ഈ പാലത്തിലൂടെയാണ് നമ്മൾ കൂപ്പള്ളിക്ക് പോകുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് ഈ ഒറ്റൊരു പാലമേ ഉള്ളൂ കേട്ടോ, ഇങ്ങനെ ടൂ വീലർ കൊണ്ടാവുന്ന ഒരു പാലം. വീതി പറഞ്ഞ വഴി കൂടെ ഓടിക്കാൻ വലിയ പാടാ. അല്ലെങ്കിൽ കോൺക്രീറ്റ് പാലം വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഈ പ്രദേശത്തുള്ളവർക്ക്. അല്ലെങ്കിൽ ഇപ്പം അർക്കുളം വഴിയും അതുപോലെ മൂലാറ്റം വഴി വേണം ഇങ്ങോട്ടൊക്കെ വണ്ടി കൊണ്ട് പറഞ്ഞു. നമ്മൾ നേരെ ഈ വലത്ത് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ്. ഈ വഴിക്കാണ് നമ്മൾ കൂപ്പള്ളി പോകുന്നത്. ഇതാണ് മൂന്നുകോല് ജംഗ്ഷൻ. ഇവിടെയായിരുന്നു പണ്ട് ബീവറേജ് ഉണ്ടായിരുന്നത്. എന്താ വിൽക്കോ എന്നൊക്കെ എഴുതിച്ചേക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഗ്യാസ് ഏജൻസി കാണാം. അവിടെ നിന്ന് നമ്മൾ മേൽഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ മൂന്നുകൽ ടൗണൊക്കെ പിന്നിട്ട് നമ്മൾ ഗ്യാസ് ഏജൻസിന്റെ ഭാഗത്തേക്ക്, ഇവിടെ നമ്മൾ ഇടത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഈ വഴിക്കാണ് കൂപ്പള്ളി പോകുന്നത്. ഇതാണ് കൂപ്പള്ളി റോഡ്. അപ്പൊ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗ്യാസ് ഏജൻസി. ഈ വഴിക്ക് നമുക്ക് ഒരു 2-3 കിലോമീറ്റർ പോകണം കൂപ്പള്ളി തന്നെ. ഇവിടുന്ന് കയറ്റമല്ലേ? കയറ്റവാ. അധികം അവർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് ഇവിടുന്ന് ഇവിടെ കൂപ്പള്ളിക്ക് വന്നു കേട്ടോ. പിന്നെ നമ്മുടെ യൂട്യൂബിലൊന്നും ഒരു വീഡിയോ കണ്ടിട്ടില്ല ഈ വഴി. എൻ്റെ ഇവിടെ ചെറിയൊരു തോടൊക്കെ നമുക്ക് കാണാം. മൂന്നുകൽ ഗ്യാസ് ഏജൻസിന്ന് കയറി വന്ന വഴിക്ക് കണ്ടാണ് ഇവിടെ ഒരു കുരിശുപള്ളി ഉണ്ട്. അർക്കുളം പഴയ പള്ളിയുടെ കീഴിലുള്ള മദർ തെരേസായുടെ പേരിലുള്ള ഒരു കുരിശുപള്ളിയാണ് ഈ കാണുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് മലയിഞ്ചി കൃഷി ഇതാക്കുന്നത് പോലെ റബ്ബർ തോട്ടങ്ങളും കാണാതെ. ഇവിടെയൊക്കെ റബ്ബർ തോട്ടം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം അല്ലേ, ഈ വഴിക്ക് നമുക്ക് തണുപ്പ് അനുഭവപ്പെടും. അല്ലെങ്കിൽ ഒരു മൊത്തം തോട്ടം ഏരിയല്ലേ, മുഴുവൻ റബ്ബർ തോട്ടങ്ങളായി വഴിക്ക്. ഇവിടെ നമുക്ക് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു പള്ളി കാണാതെ. കുറച്ചാൾ മുമ്പ് നമ്മൾ പോയൊരു സ്ഥലം വരുന്നത് കാണുന്ന മായിങ്കല്ല് കേട്ടോ. അപ്പൊ ഈ 2 വളകളൊക്കെ കയറി കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ പുരയിടം കവല എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലെത്തും. അപ്പം നമ്മളങ്ങനെ പുരയിടം കവല എന്ന ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴി ഇതാണ് നമ്മൾ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് കയറി വന്ന വഴി ഇതാണ്. അപ്പോൾ ഇവിടുന്ന് ഇതാണ് പുരയിടം കവല എന്ന് പറയുന്നത്. അപ്പം ഇവിടുന്ന് ഈ കാണുന്ന വഴിയിലൂടെ പോയാൽ നമുക്ക് വാഗമണ്ണ, പുള്ളിക്കാനം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പോകാൻ സാധിക്കും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇലവിഴാപ്പൂഞ്ചിറയൊക്കെ പോകാതെ. ഈ വഴിക്കാണ് നമ്മൾ കൂപ്പള്ളി പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അർക്കുളം പഴയ പള്ളിയുടെ ഒരു കാഴ്ച കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുരട്ടം സെന്റ് ജോസഫ് കോളേജിന്റെ ഒക്കെ ഒരു ലോങ് വ്യൂ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കൂപ്പള്ളി എത്തിയിരിക്കുക കേട്ടോ. ഈ കാണുന്നതാണ് കൂപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ചെറിയ 5-6 കടകളും ഒരു CSI പള്ളിയും സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ കൂപ്പള്ളിയിലെ സ്കൂളിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. CMS ഹൈസ്കൂൾ കൂപ്പള്ളി 1872 സ്ഥാപിച്ച ഒരു സ്കൂളാട്ടോ. അതിന്റെ ബോർഡാണിത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് ആ സ്കൂളിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ അതേ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മായങ്കല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ഈ മായങ്കലിന്റെ അടിവാരത്താണ് നമ്മുടെ കൂപ്പള്ളി CMS ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൂപ്പള്ളി ജംഗ്ഷൻ കേട്ടോ. ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് പോയാൽ ഇലവിഴാപ്പൂഞ്ചിറയും ചക്കിക്കാവൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടൗണിലെ കാഴ്ചകൾ. ഒരു തൊട്ടടുത്താണ് ഇവിടുത്തെ CSI പള്ളി സ്ഥിതി ചെയ്യുന്നത്.
1872 സ്ഥാപിച്ച ഒരു CSI ദേവാലയമാണ് ഇത്. 150 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു CSI പള്ളി. ഹോളി ഇമ്മാനുവൽ CSI ചർച്ചാണ്. ഈ പരിസരത്ത് ഏറ്റവും പഴക്കമുള്ള CSI പള്ളി ഒന്നാണ് നമ്മുടെ ഹോളി ഇമ്മാനുവൽ CSI ചർച്ച് കൂവപ്പള്ളി കേട്ടോ. പേര് ജെയിംസ് ആണ്. വിളിക്കുന്ന പേര് മോൻസൺ അല്ലേ? ചേട്ടൻ എത്ര വർഷമായിട്ട് കട നടത്തുന്നു? കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 50 വർഷം വെച്ചമായി. 50 വർഷം മേളിലായിട്ട് കട നടത്തുന്ന കൂവപ്പള്ളിയിൽ അല്ലേ? അപ്പൊ അന്നത്തെ സാഹചര്യം നമ്മൾ ഇപ്പോഴത്തെ കൂവപ്പള്ളി തമ്മിൽ എന്തായിരിക്കും ഒരു വ്യത്യാസം എന്നൊക്കെ പറയാൻ? അന്ന് കൂവപ്പള്ളിയില് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിന്റെ പകുതി പോലും ഇല്ല. ഒന്നും പോലും ഇല്ല. അപ്പൊ നമ്മൾ എവിടെ ചെന്നാലും ഇതാ കേൾക്കുന്നത്. ആൾക്കാർ പണ്ട് ഒരുപാടുണ്ടായിരുന്നു, ഇപ്പൊ കുറവാണ് കേൾക്കുന്നത്. ഇപ്പൊ ആൾക്കാരൊക്കെ ഇവിടുന്ന് പോകാൻ കാരണം എന്നായിരിക്കും? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വണ്ടി സൗകര്യമാണ് മെയിൻ. അപ്പൊ ബസ്സൊക്കെ ഇല്ലേ ഇവിടെ? ഇത് ഉണ്ടായിരുന്ന ബസ് വരെ പിന്നെ കഴിഞ്ഞ ഗവൺമെന്റ് കോവിഡ് കാലം വന്നപ്പോ 5-6 വണ്ടിയൊക്കെ നിർത്തിക്കളഞ്ഞു. പിന്നെ ആ വണ്ടി പുനഃസ്ഥാപിച്ചിട്ടില്ല. അങ്ങനെ വന്നപ്പോ ഒരുപാട് പേര് പോയി. അതാണ് കുഴപ്പം പറ്റിയത്. അപ്പൊ ഈ പള്ളി നമ്മുടെ ഈ പരിസരത്ത് ഏറ്റവും പഴക്കമുള്ള പള്ളിയല്ലേ? എത്ര വർഷം പഴക്കമുണ്ടാവും നമ്മുടെ പള്ളിക്ക്? ഇപ്പം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 154 വർഷം. 154 വർഷത്തെ പഴക്കമുണ്ടല്ലേ? പിന്നെ ഈ കുടിപ്പള്ളിയാണ് 10-16 വർഷത്തേക്കുള്ള ഏറ്റവും അധികം കുടിപ്പള്ളിയായിരുന്നു. കുടിപ്പള്ളി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? കുടിപ്പള്ളി എന്ന് പറഞ്ഞാൽ പള്ളിയും പള്ളിക്കൂടും. അന്നത്തെ കളരി. അന്ന് പള്ളിക്കൂടം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ ആള് കേള വർഗീസ്, രണ്ടാമത്തെ ആള് ആഗസ്തി പടിഞ്ഞാറപ്പരക്കില്. ഈ കേള വർഗീസ് ആണ് ഒന്നാമത്തെ ആള്. അത് പേരിയസ് എന്ന് പറയും. പേരിയത്തെ കുടുംബാംഗങ്ങളാണ് ഞങ്ങള്. അപ്പൊ ഈ കച്ചവടമൊക്കെ ഇപ്പൊ നമുക്കുണ്ടോ അവിടെ? കച്ചവടം ഇപ്പൊ 4 അഞ്ച് പോലും ഇല്ല. അപ്പൊ ഈ വാഗണിലോട്ടൊക്കെ പോകുന്നത് ഈ വഴിക്കാണല്ലോ. അപ്പൊ അങ്ങനെ ആൾക്കാരോട് നിർത്തി ചായ കുടിക്കാനൊക്കെ കയറാറൊക്കെ ഉണ്ടോ? അതിപ്പം വണ്ടിയൊന്നും ഓടുന്നില്ലല്ലോ. അതുകൊണ്ട് കച്ചവടം തീരെ കുറഞ്ഞു. നല്ല കച്ചവടം ഉണ്ടായിരുന്നു സമയമായിരുന്നു അല്ലേ? കോവിഡിന് മുമ്പ് നല്ല കച്ചവടമായിരുന്നോ? കോവിഡിന് മുമ്പ് നല്ല കച്ചവടമായിരുന്നു. ഇവിടെ നമുക്ക് പൊതുവായിട്ട് എന്തൊക്കെയുള്ള സ്കൂളുണ്ടല്ലേ? സ്കൂളൊക്കെ അതും ഈ 153 54 വർഷമായി. അപ്പൊ ഈ പള്ളി സ്ഥാപിച്ചോടൊപ്പം തന്നെ സ്ഥാപിച്ച സ്കൂളും അല്ലേ? ഇത് ഈ പള്ളിയുടെ കണക്കല്ല, പള്ളിക്കുടത്തിന്റെ കണക്കല്ല പള്ളിക്ക്. അതെല്ലേ? അതായത് ആദ്യത്തെ ഇത് എഴുതിയിട്ടില്ലല്ലോ. അതാണ് പിന്നെ മറ്റേ അല്ലെങ്കിൽ ഒരു 16 വർഷം കൂടെ കൂടുതൽ വരും. അതെല്ലേ? അപ്പൊ അതിനും ശരിക്കും പറഞ്ഞാൽ ഈ പരിസരത്ത് ഏറ്റവും പഴക്കമുള്ള പള്ളി ഇതല്ലേ? ഒന്നാമത്തെ പള്ളി ഇരുമാപ്ര പള്ളിയാ. അതിനുശേഷം വന്ന പള്ളിയാണ് കൂവപ്പള്ളി പള്ളി. ഇപ്പം കണക്ക് പറഞ്ഞ കണിക്കപ്പള്ളിയാണ്, രണ്ടാമത്തെ അതെല്ലേ? അങ്ങനെയുണ്ടല്ലേ? പിന്നെ ഇവിടെ പണ്ട് ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കിനി ചക്കിക്കാവിലേക്ക് പോകാം കേട്ടോ. ഇവിടുന്ന് ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടുത്തെ ഈ കാണുന്നതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. പൂഞ്ചിറ റോഡല്ലേ? ഇത് പൂഞ്ചിറ റോഡാ, പൂഞ്ചിറക്കുള്ള റോഡാ. ഒരു കുറച്ച് വർഷം മുമ്പ്, ഒരു 10 വർഷം മുമ്പ് ഇത് ഭയങ്കര ഓഫ് റോഡായിരുന്നു. ശരിക്കും ഈ വഴിക്ക് ഇവിടെ പൂഞ്ചിറ പോകാൻ ആൾക്കാർ വളരെ കുറവാട്ടോ. എല്ലാവരും പോണത് അവിടെ മേലുകാവിലെ വഴിയില്ലേ? അത് അടിപൊളി വഴിയല്ലേ? അതല്ല, സൂപ്പർ വഴിയല്ലേ? ഇത്രയും കയറ്റമുണ്ട്. എന്നാലും ഇതുപോലെ റബ്ബറൈസ്ഡ് റോഡാ. ഇതുപോലെ ഹെയർ പിൻ കുളമില്ല. ഈ വഴിക്ക് വളരെ കുറച്ച് ആൾക്കാരെ വരാറുള്ളൂ. കയറി വരണമെന്നാണ് പോലും സെറ്റപ്പ് ഇല്ലെന്ന് തോന്നുന്നു. ചക്കിക്കാവ് ചെന്ന് കഴിയുമ്പോഴുള്ള റോഡാണ്. നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം ചക്കിക്കാവിലെ റോഡ് എങ്ങനെയാണ്. ഇത് അത്യാവശ്യം ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വേണം. പിന്നെ കയറി പോകുന്നുണ്ട്. എനിക്ക് കണ്ടില്ല, അടാറ് വളവല്ലേ? പുതുതായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ പണി കിട്ടും. അപ്പൊ നമ്മളങ്ങനെ ചക്കിക്കാവ് എത്തി കേട്ടോ. ക്രിസ്ത്യൻ പള്ളിയുണ്ട്, സെന്റ് മേരീസ് ചർച്ച്. അപ്പൊ നമുക്ക് ഈ ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകളോടെ കാണാം. അപ്പൊ നമ്മളിത് ഇവിടെ സെന്റ് മേരീസ് പള്ളി വിമലഗിരി ചക്കിക്കാവിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ പള്ളിയും കൂടെ ഒന്ന് കാണാവേ. അപ്പൊ ഈ കാണുന്നത് ഇവിടുത്തെ പാരിഷ് ഹാളാട്ടോ. ആദ്യം നമ്മൾ കാണുന്ന പാരിഷ് ഹാളാണ്. കൂടാതെ 1-2 കെട്ടിടങ്ങൾ അവിടെ ഉണ്ട്. ഈ സൈഡിലായിട്ടാണ് ഇവിടുത്തെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ നമ്മളങ്ങനെ കയറി വന്നപ്പോഴേക്കും നമുക്കിത് ഇവിടെ ചക്കിക്കാവിലെ സെന്റ് മേരീസ് ചർച്ച് കാണാവേ. ഇതാണ് ഇവിടുത്തെ പള്ളി എന്ന് പറയുന്നത്. 1949 സ്ഥാപിച്ച ഒരു കത്തോലിക്ക ദേവാലയമാണിത്. 3-4 കടമുറിയേക്കുള്ള ഒരു ചെറിയ ഒരു ടൗൺ ആണിത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുരിശുമല ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള ഒരു കുരിശുമലയാണ്. അതായത് നമ്മളൊരു വനത്തിൽ കൂടെ കയറി പോകുന്നൊരു ഫീലുള്ള ഒരു കുരിശുമലയാണ്. നമ്മൾ അതിനെക്കുറിച്ച് മുമ്പ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വന്നപ്പോഴേക്കും ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടൻ പേരെന്നായിരുന്നു? എന്റെ പേര് ഷൈജു. അപ്പൊ ചേട്ടൻ എത്ര വർഷമായിട്ട് കട നടത്തുന്നു? ഇത് ഇപ്പൊ 7 വർഷമായി. 7 വർഷമായില്ലേ? അപ്പൊ എങ്ങനെ നമ്മുടെ ചക്കിക്കാവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചക്കിക്കാവിനെ കുറിച്ച്, ചക്കിക്കാവ് ഇതൊരു
കുടിയേറ്റ മേഖലയാണ്. ഒരു 100 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഈ പള്ളി സ്ഥാപിതമായിട്ട് 1949 സ്ഥാപിച്ച പള്ളിയാണ്. പിന്നെ ഇതിന് തൊട്ടടുത്താണ് നമുക്ക് ഇലവീഴ പുഞ്ചിറ ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. ഇവിടുന്ന് 2 കിലോമീറ്റർ മുകളിൽ. പിന്നെ ഇവിടെ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ ഒരു 11 കിലോമീറ്ററിന് ഇല്ലിക്കൽ എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കും ഇതിലാണ് പോകുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വാഗമണ്ണിന് 28 കിലോമീറ്ററിന് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്താം. പിന്നെ ഇവിടെ നമുക്ക് ബസ് സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. ബസ്സൊന്നും വരുന്നില്ല. നമുക്ക് നേരത്തെ ഈ കോവിഡ് കാലത്തിനൊക്കെ മുമ്പ് നമുക്ക് ഇവിടെ ട്രിപ്പോണ്ടി സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പം അതിനുശേഷം ട്രിപ്പോണ്ടി സൗകര്യവും ഇല്ല, ജീപ്പും ഇല്ല. ഇപ്പൊ ആൾക്കാർക്ക് യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ഓട്ടോ അതിന് മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ജോലികൾക്കൊക്കെ അപ്പൊ പോകാനും വരാനുള്ള ബുദ്ധിമുട്ടുകൾ, പഠിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ ഇവിടുത്തെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു ബസ് സർവീസ് ഉണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റം നമ്മുടെ ഈ നാടിനുണ്ടായേനെ. അതെ, രാവിലെയും വൈകിട്ടും എങ്കിലും ഓരോ സർവീസെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും എല്ലാം അതൊരു വലിയ ഉപകാരമായേനെ. അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ ഈ നാടിനുണ്ട്. പിന്നെ റോഡൊക്കെ ആയി വരുന്ന കുറച്ച് കലുങ്കുകളൊക്കെ തീരാനുണ്ട്, അതിന്റെ പ്രശ്നമുണ്ട്. ഇവിടെ നിന്നൊരു 1.25 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലാണ് ശരിക്കും. കോട്ടയം ഇടുക്കിയുടെ ബോർഡറിലാണ് ഈ ഇലവീഴ പുഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. ഈ വഴിയും കൂടെ ബാലൻസും കൂടെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലായാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരും. അതുപോലെ തന്നെ ബസ് സൗകര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പുരോഗമനം ഈ നാട്ടിൽ. കുറച്ചു കാലം മുമ്പ് കൂടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കിവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. ഇവിടെ കാട്ടുപന്നിയുടെ ഉണ്ട്, മുള്ളന്റെ ഉണ്ട്, കുരങ്ങന്റെ ഉണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഈ കൃഷികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള വരുമാനങ്ങളെല്ലാം നിലച്ചു. പിന്നെ കാലാവസ്ഥ മോശം കൊണ്ട് റബ്ബറിന്റേതായ പ്രശ്നമുണ്ട്. റബ്ബർ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉള്ളത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ എവിടെ ചെന്ന് നോക്കിയാൽ ഈ ശല്യം ഭയങ്കര കൂടുതലാണ്. നമുക്ക് കപ്പ അങ്ങനെയുള്ള തന്നാണ്ട് കൃഷികളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടും കൂടെ അധിക വരുമാനം കണ്ടെത്തേണ്ടി വരുവാണ് വീട്ടു ചെലവിന് വേണ്ടി ഓരോ കുടുംബങ്ങളും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മലയോരത്ത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ് മലയോര മേഖലയിലുള്ളവർക്ക്. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്കൊരു സാമ്പത്തികം പൊതുവെ കുറവാണെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ കൃഷി ചെയ്ത് ജീവിക്കണമെങ്കിൽ പോലും അത് നിയന്ത്രിക്കേണ്ട അത്യാവശ്യമാണ്. കാണുന്ന വഴി എന്ന് പറയുന്നത് ഇലവീഴ പുഞ്ചിറക്കുള്ള വഴിയാണ്. അതുപോലെ ഈ കാണുന്ന വഴി മേച്ചാൽ വന്ന വഴി. ആ വഴിക്ക് നമുക്ക് ഇല്ലിക്കലൊക്കെ പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ചക്കിക്കാവിലെയും കൂപ്പള്ളിയിലെയും കാഴ്ചകളും വിശേഷങ്ങളും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വിഷു തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.